ജയതി ജയതി ദേവോ ദേവകീനന്ദനോയം ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ. നമ്മളൊരു മഹത്തായ അത്യന്തം പുണ്യകരവും അനുഗ്രഹകരവുമായ ഒരു തത്വകഥനമാണ് നടത്തുന്നത്. ഈ തത്വകഥനം കഥിക്കുന്ന ആൾ പ്രവക്താവ് ചെയ്യുന്നതാണ് കഥനം. അത് പ്രേക്ഷകരും ശ്രോതാക്കളും ചെയ്യുന്നതോ ശ്രവണമാണ്, ദർശനമാണ്. അപ്പോൾ ഈ തത്വശ്രവണം എന്ന് പറയുന്നതിന് എന്താണ് സ്ഥാനം, അതിനെന്താണ് പ്രസക്തി, അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്ത്? ഭാരതം വളരെയധികം പുണ്യമായിരിക്കുന്ന ഒരു ഭൂമിയാണ്. ഇവിടുത്തെ പുണ്യ സംസ്കാരം രാജ്യത്തൊട്ടാകെ തന്നെ, ഭൂമിയിലൊട്ടാകെ തന്നെ തുലനം ചെയ്തു നോക്കിയാൽ വളരെ നിസ്തുലമാണ്, അനന്യമാണ് എന്ന് കാണാം. അവിടെ ഈ തത്വകഥനം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, വളരെ കാലം മുൻപേ ഉള്ളതാണ്. ഈ തത്വകഥനം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് വിസ്തരിച്ച് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ സംപ്രേഷണം പ്രേക്ഷകരായി അത് കേട്ടുകൊണ്ട് ഈ സംപ്രേഷണത്തിൽ പങ്കെടുക്കുന്നവരുണ്ടല്ലോ, അവരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് മനനം ചെയ്ത് ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. വേദങ്ങളാണ് നമ്മുടെ മൂലപ്രമാണം, അനാദിയായിട്ടുള്ളതാണ് വേദം. ആ വേദത്തിൽ ആദ്യമൊക്കെ സ്തുതികളും അഗ്നികർമ്മങ്ങളുമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അത് എല്ലാവർക്കും ചെയ്യാൻ എളുപ്പമല്ല, ബുദ്ധിമുട്ടുണ്ട്, വളരെയധികം നിഷ്ഠ വേണം. അഗ്നികർമ്മങ്ങളാണെങ്കിൽ പ്രതിദിനം കാലത്ത് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഉപനയനമെല്ലാം കഴിഞ്ഞവർ സന്ധ്യാവന്ദനവും ജപവും ബാക്കിയുള്ള ചിട്ടകളുമെല്ലാം മുറപ്രകാരം നടത്തിയതിന് ശേഷം വേണം ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പോൾ ഇന്ന് എല്ലാവരെയും ഒന്ന് പരിശോധിച്ച് നോക്കൂ, എത്ര പേരുണ്ട് നേരത്തെ എണീറ്റ് കുളിക്കുന്നവർ? കുളിച്ചാൽ തന്നെ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ നിഷ്ഠാരൂപത്തിലുള്ള ജപമോ തപസ്സോ ചെയ്യുന്നവരെത്ര കാണും? അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാലേ ഈ വൈദിക കർമ്മങ്ങൾ, പ്രത്യേകിച്ചും അഗ്നികർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്വഭാവത്താൽ തന്നെ അത് ആവശ്യപ്പെടുന്ന നിഷ്കർഷ കണക്കിലെടുക്കുമ്പോൾ ബഹുഭൂരിപക്ഷം ജനങ്ങളും അത് നടത്താൻ തയ്യാറുള്ളവരോ അതിന് സാധ്യതയുള്ളവരോ ആവില്ല. പിന്നെ സംസ്കൃത ഭാഷ അറിയണം, സംസ്കൃത മന്ത്രങ്ങൾ ചൊല്ലാൻ സാധിക്കണം. വളരെ നിഷ്ഠയോടുകൂടി, നിയന്ത്രണത്തോടുകൂടി, മുറപ്രകാരം, ചിട്ടപ്രകാരം, അനുശാസന വിധേയമായി ചെയ്യേണ്ടതാണ് ഇത് മുഴുവനും. ഇനി അതുകൂടാതെ വേദത്തിലുള്ള ഒരു ഭാഗം ആണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വളരെ വിജ്ഞാപകമാണ്. അതും ഒരു തത്വവേത്താവ് തത്വജ്ഞാനിയുടെ അടുത്ത് പോയി പൃച്ഛകനായ ഒരു ശിഷ്യൻ ചെന്നുകൂടി ആ ജ്ഞാനിയും ശിഷ്യനും, ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു സംവാദമാണ് ഉപനിഷത്തുകൾ. സാധാരണ ലോകത്തിൽ വളരെയധികം വിവേകവും വൈരാഗ്യവും ഉള്ളവർ മാത്രമേ അങ്ങനെ ഒരു സദ്ഗുരുവിൻ്റെ അടുത്ത്, കുടീരവാസിയോ തപോധനനോ ആയ ഒരാളുടെ അടുത്ത് ചെന്ന് ചോദിക്കുള്ളൂ. അപ്പോഴാണ് ഈ ഉപനിഷത്തിലുള്ള തത്വങ്ങൾ, ആത്മജ്ഞാന വിഷയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതും ഗ്രഹിക്കാനുള്ളവർ ലോകത്തിൽ വളരെ കുറയും. അപ്പോൾ എന്തു വന്നു? എല്ലാവർക്കും നന്മ ചെയ്യാനും മംഗളമരുളാനും വേണ്ടിയിട്ടുള്ള വേദങ്ങൾ, അനാദിയായിരിക്കുന്ന വേദമന്ത്രങ്ങളും ശാസ്ത്രങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ അതുകൊണ്ടുള്ള പ്രയോജനമോ പ്രായോഗികമായി നോക്കുമ്പോൾ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ലഭ്യമല്ല. അപ്പോൾ ഈ വേദകർത്താക്കൾക്കും വേദവിത്തുകൾക്കും മനസ്സിന് വലിയൊരു വിഷമം തോന്നിയിരിക്കണം. എന്താണത്? നാം എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി അവർക്ക് മനസ്സിന് സമാധാനം വേണം, സന്തോഷം വേണം, സാഫല്യം വേണം, ജീവിതം ധന്യമാകണം. എന്തു തന്നെ വന്നാലും പോയാലും അതിൽ പതറിപ്പോകാത്തൊരു മനസ്സോടുകൂടി, വിവേകത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണം. എല്ലാ സാഹചര്യങ്ങളെയും നേരിടണം. ജീവിതത്തിൽ മുമ്പോട്ട് ആഞ്ഞു പോകാനേ പാടുള്ളൂ. ഒരിക്കലും വൈമുഖ്യമോ നിരാശയോ വരരുത് എന്നതാണ് അവരുടെ ഉദ്ദേശം. എന്നാൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയവരല്ല. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവർ എന്ത് ചെയ്തു? ഈ ഉപനിഷത്തുകളും വേദമന്ത്രങ്ങളും നേരിട്ട് വായിച്ചോ കേട്ടോ പഠിച്ച് ഉരുവിട്ട് ഹൃദിസ്ഥമാക്കി ഓർമ്മ വെച്ചുകൊണ്ട് ജപിക്കാനും തപസ് ചെയ്യാനുമുള്ളവർ കുറയും. അപ്പോൾ അവരുടെ ഈ പ്രയത്നം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്തു? കഥാരൂപത്തിൽ ഈ വേദങ്ങളിലുള്ള എല്ലാ അറിവും തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും ആദർശങ്ങളും നിഷ്ഠകളുമെല്ലാം തത്വകഥന രൂപത്തിൽ ശ്രോതാക്കൾക്ക് ലഭ്യമാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇതിഹാസങ്ങളും പുരാണങ്ങളും രചിച്ചത്.
ഇതിഹാസം എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രമാണ്. നമുക്കിവിടെ 2 ഇതിഹാസമേ ഉള്ളൂ. ഒന്ന് വാൽമീകി ത്രേതായുഗത്തിൽ എഴുതിയ രാമായണം. അയോധ്യയിൽ ദശരഥ ചക്രവർത്തിക്ക് 4 പുത്രന്മാരുണ്ടായതിൽ സീമന്തപുത്രൻ മൂത്ത കുട്ടിയാണ് ശ്രീരാമൻ. ആ ശ്രീരാമൻ്റെ ജീവിതമാണ് പ്രധാനമായും വാൽമീകി ചിത്രീകരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താ? ഏതോ ഒരു രാജകുമാരനെ പറ്റി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരുന്നില്ല വാൽമീകി മഹർഷിയുടെ ഉദ്ദേശം. പിന്നെ എന്താ? മര്യാദാ പുരുഷോത്തമനായി ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽക്കേ ജീവിതത്തിലുള്ള മൂല്യങ്ങളെയും സിദ്ധാന്തങ്ങളെയും ആദർശങ്ങളെയും മുറുകി പിടിച്ചുകൊണ്ട് ധീരതയോടെ മനസ്സാന്നിധ്യത്തോടെ എന്തും ഗ്രഹിക്കാനും ത്യജിക്കാനും സാധിക്കുന്ന ഒരു വിശേഷപ്പെട്ട രാജകുമാരൻ. ശ്രീരാമൻ്റെ ത്യാഗത്തിൽപ്പെട്ടതാണ് ആദ്യമായി കൈകേയി പറഞ്ഞപ്പോൾ രാജ്യം വിട്ട് 14 കൊല്ലം വനവാസത്തിന് ചെന്നത്. അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയായിട്ടുള്ള ത്യാഗമാണ് ഏകപത്നി വ്രതക്കാരനായിരുന്ന രാമനുണ്ടല്ലോ, ശ്രീരാമചന്ദ്രൻ. അദ്ദേഹം തൻ്റെ ധർമ്മപത്നിയെ അഗ്നിപ്രവേശം ചെയ്ത് തൻ്റെ ചാരിത്രവും പവിത്രതയും വേണ്ടത്ര തെളിയിപ്പിച്ചതിന് ശേഷവും ആ സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു. സിംഹാസനത്തിൻ്റെയും ആ രാജവംശത്തിൻ്റെയും അഭിമാനവും അന്തസ്സും കാക്കാൻ വേണ്ടി. അവസാനം സഹോദരൻ ലക്ഷ്മണനെയും ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ എന്തു വേണമെങ്കിലും എപ്പോഴും ത്യാഗം ചെയ്യാൻ സന്നദ്ധനായി. എന്നാൽ ദുർബലനല്ല, ഭയപ്പെട്ടവനല്ല, ദുരാഗ്രഹിയല്ല, സദാചാര നിരതനാണ്. അങ്ങനെ ഒരു രാജകുമാരൻ്റെ ചരിത്രം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കത് കേട്ടും ഉരുവിട്ടും സ്മരിച്ചും തനിക്ക് വേണ്ട ആത്മബലവും മനസ്സാന്നിധ്യവും ധർമ്മബുദ്ധിയും വേണ്ടത്ര കടഞ്ഞെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞു കൊടുത്തത്. ഇനിയൊരു ഇതിഹാസമുള്ളതാണ് മഹാഭാരതം. രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളാണെങ്കിൽ മഹാഭാരതത്തിൽ 1,25,000 ശ്ലോകങ്ങളാണ്. ആ മഹാഭാരതത്തിലുള്ളതാണ് ഭഗവത്ഗീത. ഇന്ന് വിശ്വപ്രസിദ്ധി ആർജിച്ച് മതങ്ങൾക്കെല്ലാം മീതെയും എല്ലാ മതങ്ങൾക്കും അടിസ്ഥാനവും അധിഷ്ഠാനവുമായി എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതായ ഒരു വിശേഷപ്പെട്ട ഭരണശാസ്ത്രമെന്ന് പറയാം, ജീവിതശാസ്ത്രമെന്നും പറയാം. അതാണ് ഭഗവത്ഗീത. ഈ 2 ഇതിഹാസങ്ങൾ രാമായണം മഹാഭാരതം കഴിഞ്ഞാൽ പിന്നെയൊക്കെ നമുക്ക് പുരാണങ്ങളാണ്. ആ പുരാണങ്ങൾ 18 എണ്ണം ഉണ്ട് എന്നാണ് പറയുക. മത്സ്യം, കൂർമ്മം, വരാഹം എന്ന് തുടങ്ങി 18 പുരാണങ്ങളുണ്ട്. ഈ പുരാണം ഒരു കഥന രൂപത്തിൽ അവതരിപ്പിച്ചു കൊണ്ടിരുന്നു. ഈ പുരാണത്തിൽ മിക്കവാറും പ്രതിപാദിക്കുന്നത് മുഴുവൻ ദേവിമാരെയും ദേവന്മാരെയുമാണ്. ഇതിഹാസങ്ങളിലോ മനുഷ്യരെയാണ് പ്രതിപാദിക്കുന്നത്. മനുഷ്യ ചരിത്രമാണ് ഇതിഹാസം, ദേവചരിത്രമാണ് പുരാണം എന്ന് ചുരുക്കി പറയാം. അപ്പോൾ ഈ പുരാണങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അനവധി കഥകളാണ് അവിടെ. അപ്പോൾ കഥ കേൾക്കാനായി എല്ലാവർക്കും രസമുണ്ടാവും. സാധാരണ കുട്ടികളെ കഥ പറഞ്ഞ് ധരിപ്പിച്ചാണ് ജീവിത മൂല്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇന്ന് അങ്ങനെയുള്ള കഥ പറച്ചൽ ഇല്ലാത്തത് കൊണ്ടാണ് അനവധി കുട്ടികൾക്കും മനസ്സിന് വേണ്ടത്ര ചാഞ്ചല്യം നിന്ന് കിട്ടുന്നില്ല. പരീക്ഷയ്ക്ക് ധാരാളം പഠിക്കും, സമയം വരുമ്പോൾ ഓർമ്മ വരില്ല. പല കുട്ടികളും എന്നോട് പറയാറുണ്ട്, ഞാൻ പുസ്തകം എടുത്ത് വായിക്കാൻ പുറപ്പെടുമ്പോൾ മനസ്സ് കേന്ദ്രീകൃതമായി നിൽക്കുന്നില്ല, അറ്റൻറ്റീവ് അല്ല, വിട്ടുപോണു എന്ന്. എന്താ ഇതിനൊക്കെ കാരണം? മനസ്സിൻ്റെ തകരാറ് തന്നെ. അപ്പോൾ മനസ്സിനെ മൂല്യവത്താക്കാൻ, അതിൽ ഗുണങ്ങളും മൂല്യങ്ങളും മേന്മകളും മഹിമകളും പകർന്നു കൊടുക്കാൻ ഏറ്റവും നല്ലത് കഥ പറഞ്ഞു കൊടുക്കുകയാണ് നല്ലത്. ശ്രീരാമൻ ഇങ്ങനെയായിരുന്നു, ഹരിശ്ചന്ദ്രൻ ഇങ്ങനെയായിരുന്നു, നളനും ദമയന്തിയും ഇങ്ങനെയായിരുന്നു, ശ്രീകൃഷ്ണൻ്റെ ചരിത്രം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ കുട്ടികളടക്കം വളരെ ഇഷ്ടപ്പെടും. പക്ഷേ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, കുട്ടികൾക്ക് മാത്രമേ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളൂ എന്ന്. കുട്ടികളെപ്പോലെ തന്നെ മുതിർന്നവർക്കും ഇന്നും കഥ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ആ കഥാരസത്തിലൂടെ തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പുരാണ കഥനത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ പുരാണം പറയുന്ന സമയത്ത് പ്രവക്താവിൻ്റെ അറിവും സാമർഥ്യവും ആഴവും അഴകും അനുസരിച്ചിരിക്കും ആ കഥനം മനുഷ്യർ സ്വീകരിക്കുന്നതും ചെവി നട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതും. ആ പ്രവക്താവിൻ്റെ മഹിമയാണത്. ഈ ശ്രീമദ് ഭാഗവതം തന്നെ അങ്ങനെ ശുഗമുനി പറഞ്ഞു കൊടുത്തു പരീക്ഷത്തിന്. 7 ദിവസം തോരാതെ പറഞ്ഞ് തോരാതെ കേട്ട് 7 ദിവസം കൊണ്ടാണ് പരീക്ഷത്തിന് സാഫല്യം വന്നത്. തക്ഷകൻ വന്ന് കടിച്ച് ആ വിഷത്തിയിൽ തൻ്റെ ശരീരം കത്തിജ്വലിച്ചു പോകുന്നതിന് മുൻപേ പരീക്ഷിത്ത് ലോകം വിട്ട് കഴിഞ്ഞിരുന്നു. അത് ആ പുരാണ കഥനത്തിൻ്റെയും ശ്രവണത്തിൻ്റെയും മഹിമയാണ്.
ശ്രീമദ് ഭാഗവതത്തെ വെറുമൊരു പുരാണമെന്ന് പറഞ്ഞുകൂടാ, മഹാപുരാണമെന്ന് പറയാറുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പുരാണത്തിനേക്കാൾ ഏറെ അതൊരു പാരമഹംസ്യ സംഹിതയാണ് എന്ന് മനസ്സിലാക്കണം. ഈ പുരാണ കഥനം എങ്ങനെ കഥിക്കണം എന്ന് ചോദിച്ചാൽ, തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും കേൾക്കുന്നവരുടെ മനസ്സിൽ നുഴഞ്ഞു കയറി സ്ഥാനം പിടിച്ച് അവരുടെ ചിന്താഗതിയെയും വികാര പദ്ധതിയെയും ആലോചനാ തലത്തെയുമെല്ലാം മാറ്റിമറിച്ച് പരിഷ്കരിച്ചു കൊണ്ടുവരത്തക്ക വിധത്തിൽ വേണം പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പോൾ ആ പറയുന്ന ആളുടെ നിർബന്ധം എത്രത്തോളം നിഷ്കർഷയുണ്ട്, എത്രത്തോളം നിർബന്ധമുണ്ട്, ആ പറയുന്ന ആൾക്ക് എത്രത്തോളം അതിൽ ആവേശമുണ്ട്. തനിക്ക് പറയാൻ മാത്രമല്ല, താൻ പറയുന്നത് ബാക്കിയുള്ളവർ കേൾക്കാനും ഗ്രഹിക്കാനുമാണ് എന്നൊരു തോന്നൽ വേണം. അപ്പോൾ കേൾക്കുന്നവരെയും പ്രേക്ഷകരെയും പറയുന്നതിൽ വളരെ വ്യഗ്രചിത്തരാക്കി നിർത്തി, മനസ്സുറപ്പിച്ച് നിർത്തി, ആ പറയണത് മുഴുവൻ നമ്മുടെ മനസ്സിനുള്ള ഒരു അലങ്കാരമാണ്, നമ്മുടെ മനസ്സിനുള്ള ഒരു വിശേഷപ്പെട്ട ഔത്കൃഷ്ട്യമാണ്, ഉന്നതിയാണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ കേൾക്കണം. അപ്പം ഞാൻ ഈ പറയുന്നത് പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക മാത്രമല്ല. എന്താ ഈ കേൾക്കുക എന്ന് പറഞ്ഞാൽ, വേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആചാര്യ പൂർവരൂപം അന്തേവാസ്യുത്തരരൂപം വാക്സന്ധി പ്രവചനകം സന്ധാനം. ഈ സംപ്രേഷണമുണ്ടല്ലോ, ഭൂമാനന്ദ സ്വാമിജി മുക്തിസുധാകരം എന്നുള്ള ഒരു ശീർഷകത്തിലാണ് ഈ സംപ്രേഷണ പരമ്പര ആരംഭിക്കുന്നത്. ഇതൊരു പരമ്പരയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏഷ്യാനെറ്റിൻ്റെ ചാനൽ ഓക്യുപ്പൈ ചെയ്ത് കുറച്ച് നേരം സമയം ചെലവ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് പറയണതല്ല ഇത്. ഈ ചാനൽ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മോഡേൺ ടെക്നോളജി അനുസരിച്ചൊരു വലിയ സൗകര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടെ ഡ്രോയിങ് റൂമിലോ അല്ലെങ്കിൽ മറ്റു റൂമിലോ ഇരുന്ന് സോഫയിലിരുന്ന് ചാരിയിരുന്ന് എയർ കണ്ടീഷൻ ഇട്ടുകൊണ്ട് നിങ്ങൾക്കിത് കേൾക്കാം. വാസ്തവത്തിൽ അങ്ങനെയൊന്നും അല്ലാതെ കേൾക്കേണ്ടത്, അതിരിക്കട്ടെ. ഇത് കേൾക്കുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധമായി വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇത് നമുക്ക് വാസ്തവത്തിൽ ജീവിതം ധന്യമാകാനും വളരെയധികം പുണ്യവും അനുഗ്രഹവും നേടി നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം തന്നെ ഒരു നെടും തൂണായി വലിയൊരു താങ്ങും തണലുമായിരിക്കണം, അങ്ങനെ വിശേഷപ്പെട്ട ഒരു സമ്പത്താണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കേൾക്കേണ്ടത്. അങ്ങനെ നിങ്ങളെല്ലാവരും കേൾക്കുമ്പോൾ എന്തു വരും? ഈ പറയുന്ന ആൾ പറഞ്ഞാലേ കേൾക്കുന്നവർക്ക് കേൾക്കാൻ പറ്റൂ, കേൾക്കുന്നവർ കേട്ടാലേ പറയുന്ന ആൾക്ക് പറയാനും പറ്റൂ. ഇത് രണ്ടും കൂടിയാണ് ഈ യോജിപ്പുണ്ടാവുന്നത്. അഗ്നിക്ക് ജ്വലിക്കണമെങ്കിൽ വിറക് വേണം, അഗ്നിയും വിറകും ഉണ്ടെങ്കിൽ ജ്വലിക്കില്ല, ജീവവായുവും വേണം. അപ്പോൾ ജീവവായുവും വിറകും എല്ലാം കൂടി ചേരുമ്പോഴേ അഗ്നിക്ക് ജ്വലനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഭാവം, ഒരു പ്രകടനം ഉണ്ടാവുള്ളൂ. അതേമാതിരി തത്വപ്രവക്താവ്, പുരാണപ്രവക്താവ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനും ഉദ്ദേശത്തിനും ലക്ഷ്യത്തിനും ആദർശത്തിനും നിഷ്ഠയ്ക്കും തപസ്സിനുമെല്ലാം വിധേയമായി ഈ പുരാണത്തിലൂടെ തത്വകഥനങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ, പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ, ആ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ, വേണമെങ്കിൽ കണ്ണടച്ചോളൂ. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഉള്ളിൽ പതിയാൻ വേണ്ടി. എന്താ? സ്വാമിജി ഇങ്ങനെ പറയുമ്പോൾ ആ ശബ്ദ തരംഗങ്ങൾ വായുവിലൂടെ ആകാശത്തിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ കർണപുടങ്ങളിൽ വന്ന് പതിച്ച്, ആ പതിച്ചതിന് ശേഷം അകത്തേക്ക് പോകുമ്പോൾ അവിടെ ശബ്ദമായിട്ടല്ല പോകുന്നത്, ചേതനാ തരംഗമായിട്ടാണ് താഴത്തേക്ക് ഇറങ്ങുന്നത്. നിങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും സ്പർശിക്കുന്നത് ആശയങ്ങളായി, സ്പന്ദനങ്ങളായി. ആ ആശയങ്ങളും സ്പന്ദനങ്ങളും എങ്ങനത്തതാ? ഒരു ഭാഗത്ത് അറിവ്, മറുഭാഗത്ത് ഭാവം, മൂന്നാമത്തെ ഭാഗത്തോ ആ ഭാവത്തിനോടനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ചൂടെങ്ങനെയോ അതുമാതിരി മനസ്സിൽ ഒരാശയ സ്പന്ദനമുണ്ടാവും. ആ മനസ്സിൻ്റെ ഘടന മുഴുവനും മാറും. കുറേ ദൂഷ്യങ്ങളും മാലിന്യങ്ങളുമുള്ള മനസ്സാണെങ്കിൽ ഈ പറയുന്ന വാക്കുകളൊക്കെ പവിത്രമായ വാക്കുകളാണ്, ദിവ്യമായ വാക്കുകളാണ്, മംഗളകരങ്ങളായിരിക്കുന്ന വാക്കുകളാണ്. ഇത് ശാന്തിയും സമാധാനവും സന്തോഷവും വികാസവും വിശാലതയുമൊക്കെ കേൾക്കുന്നവർക്കുണ്ടാകണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ശബ്ദം ഒരു ശബ്ദമായി കണക്കാക്കരുത്. ശരീരത്തിന് ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയും, മനസ്സെങ്ങനെയാണെന്നറിയുക? മനസ്സിന് ചോറുണ്ടാൽ വയറ് നിറയോ? നിറയില്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വായിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഈ വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പുസ്തകമോ വെളുത്ത ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത അക്ഷരങ്ങളോ എന്തോ അവിടെ ഉണ്ടാവും. ആ പുസ്തകം നിങ്ങളോട് സംസാരിക്കില്ല, ഞാൻ ഈ സംസാരിക്കുന്നത് മാതിരി. നിങ്ങളുടെ കണ്ണുകൊണ്ട്
ആ വരികളും അക്ഷരങ്ങളും നോക്കി മനസ്സിലാക്കി സ്വയം തന്നെ പണിപ്പെട്ടു വേണം അതിലുള്ള ഓരോ അക്ഷരവും വാക്കുമെല്ലാം ഗ്രഹിക്കാൻ. പുസ്തകം നിങ്ങളുടെ ഭാഗത്ത് ഒന്നും ചെയ്യാൻ പോണില്ല, അതവിടെ ഇരിക്കുകയുള്ളൂ പാറ പോലെ. വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ അക്ഷരങ്ങൾ നിങ്ങളുടെ കണ്ണിന് വെളിപ്പെടുന്നു. അപ്പോൾ കണ്ണിൻ്റെയും മനസ്സിൻ്റെയും ചുമതലയാണ് അത് മുഴുവനും പകർന്ന് ഇങ്ങോട്ട് എടുക്കുന്നത്. നേരെ മറിച്ച് സ്വാമിജി ഈ മുക്തിസുധാകരം ഒരു അമൃതവർഷം പോലെ ഇങ്ങനെ ചൊരിയുന്ന സമയത്ത് എന്തുണ്ടാവണു? നിങ്ങൾ വെറുതെ കണ്ണടച്ച് അവിടെ ഇരുന്നോളൂ. എന്നാലും ഈ ശബ്ദങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ കർണപുടങ്ങളിൽ വന്ന് പതിച്ച് അവിടുന്ന് അങ്ങോട്ട് താഴത്ത് ആശയമായും അറിവായും ഉത്തമോത്തമമായിരിക്കുന്ന ഭാവങ്ങളായും വികാരങ്ങളായും വികാസങ്ങളായും ഓരോ തരത്തിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ വരും. അപ്പോൾ തത്വകഥാശ്രവണം എന്ന് പറഞ്ഞാൽ മനസ്സിനെ പരിപൂർണമായി പിശാങ്കത്തിയുടെ അലകും പിടിയും മാറുന്നത് പോലെ മനസ്സിൻ്റെ ഘടനയെ മുഴുവനും മാറ്റിയെടുത്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന തങ്കം, ആ തങ്കം പോലെ ആക്കാനുള്ളതാണ് ഈ കഥാശ്രവണം. വാസ്തവത്തിൽ കണ്ണടച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ ആ കേൾക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവും ഒരാനന്ദരസം. ആനന്ദരസം എന്ന് പറയുന്നത് അപ്പം അനുഭവപ്പെടുന്നതാണ്. എല്ലാ വാക്കുകളും ആശയങ്ങളെ പ്രകടമാക്കുന്ന കഷണങ്ങൾ എന്ന് പറയാം. വാക്കാകട്ടെ സ്വരമാകട്ടെ അതിൽ ഭാവവുമുണ്ട് ആശയവുമുണ്ട്. അപ്പോൾ ആ വാക്കുകളെല്ലാം ആശയദീപ്തങ്ങളാണ്. അപ്പോൾ ആശയം ജനിപ്പിക്കുന്നതാണ് വാക്കുകൾ. അപ്പോൾ മനസ്സിൽ ഈ കണ്ട ആശയങ്ങൾ മുഴുവനും ഇറങ്ങി ആ മനസ്സിൽ സ്ഥാനം അങ്ങോട്ട് പിടിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ പിന്നെ ബാക്കി എന്താ, പൊട്ടയോ ചീത്തയോ ആയിട്ട് വല്ലതും ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾക്ക് തപസ്സും നിഷ്ഠയും പവിത്രതയും ദിവ്യത്വവും മംഗളകരത്വവുമെല്ലാം അനായാസേന പകർന്നു തരുന്നതാണ് ഉത്തമമായിരിക്കുന്ന തത്വകഥനം. അത് കഥിക്കുന്നത് ഒരാൾ പ്രവക്താവ്, ശ്രവിക്കുന്നതോ ശ്രോതാക്കളും പ്രേക്ഷകരും. അപ്പോൾ ഈ കഥനമുണ്ടെങ്കിലേ ശ്രവണം നടക്കുള്ളൂ. എനിക്കത് കഥനമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ശ്രവണമാണ്. ഈ ശ്രവണത്തിലൂടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറഞ്ഞിരിക്കുന്നതായ എല്ലാ തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം തന്നെ ആ വേദങ്ങൾ വിധിക്കുന്ന കർമാചരണങ്ങൾ അഗ്നികർമ്മങ്ങൾ ഒന്നുമില്ലാതെ, ഉപനിഷത്ത് പറയുന്നതായ കഠിനമായ ഘോരമായ തപസ്സോ അതൊന്നുമില്ലാതെ അനായാസേന ഈ ശ്രവണ രൂപത്തിൽ നിങ്ങളുടെ മനസ്സിൽ പ്രവേശിച്ച് ഒരു പരിവർത്തനവും ഒരു പരിഷ്കരണവും ഒരു ശുദ്ധീകരണവും അത് ഉണ്ടാക്കിത്തരും. അതാണ് ഞങ്ങൾ നൈമിഷാരണ്യത്തിൽ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നടത്തുമ്പോൾ അവിടെ കേൾക്കുന്നവരെ ഞാൻ ചിലപ്പോൾ എന്നോടത്ത് വരുമ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താണ് അനുഭവം എന്ന്. അവർക്കൊരൊറ്റ മറുപടിയുള്ളൂ, ഞങ്ങൾക്ക് മനസ്സിന് വളരെ സന്തോഷമുണ്ട്, മനസ്സ് നിറയണമെന്ന്. ഒരു തരത്തിലുള്ള നിറച്ചലും മികവുമൊക്കെയാണ് അനുഭവപ്പെടുന്നത്. അപ്പം ആനന്ദോന്മത്തത, ആഹ്ലാദോന്മത്തത, ആത്മാനന്ദം, നിർവൃതി ഇതൊക്കെ പ്രദാനം ചെയ്യത്തക്ക വിധത്തിലാണ് ഈ സംപ്രേഷണ പരമ്പര നടത്തുന്നത്. ഇതിൽ ശ്രോതാക്കളോ പ്രേക്ഷകരോ ആയി പങ്കെടുക്കാൻ സാധിച്ച നിങ്ങളെല്ലാവരും എത്ര ധന്യരാണെന്ന് പറഞ്ഞാൽ തീരില്ല. നിങ്ങളുടെ പൂർവികർ നിങ്ങളെ ഏറ്റവും അധികം സ്തുതിക്കുന്നതും അഭിനന്ദിക്കുന്നതുമായ ഒരു സന്ദർഭമാണ് ഈ തത്വകഥാശ്രവണം നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ആ സമയം. ഈ ശ്രവണം മൂലം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നേട്ടമോ ഭൗതികമോ അല്ല, ഈ ദ്രവ്യാത്മകമോ ആയിട്ടുള്ളൊരു നേട്ടമല്ല, ആന്തരമായിരിക്കുന്ന ഒരു ധനമാണ്, ഒരു സമ്പത്താണ്, ഒരു സംസ്കാരമാണ്, ഒരു നിധിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് അതേ രൂപത്തിൽ മനസ്സിലാക്കി തത്വകഥനം വേദങ്ങളും ഉപനിഷത്തുകളും പ്രതിപാദിക്കുന്നതായ എല്ലാ നേട്ടങ്ങളും മനുഷ്യർക്ക് നേടിക്കൊടുക്കാൻ, അത് സുഗമമാക്കാൻ വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളതായ ഒരു സമ്പ്രദായമാണ്. ഈ സമ്പ്രദായം എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ പലരും പറയും പുരാണം പിന്നാലെ വന്നതാണ്. എന്നാൽ തൈത്തരീയ ബ്രാഹ്മണത്തിൽ, അതൊരു ഉപനിഷത്താണ്, തൈത്തരീയ ഉപനിഷത്ത് സാധാരണ എല്ലാവരും ചെല്ലുന്നതാണ്, യജുർവേദികളല്ല. അപ്പോൾ ആ തൈത്തരീയ ബ്രാഹ്മണത്തിൽ ഇതിഹാസത്തിനെയും പുരാണത്തെയും കുറിച്ച് പരാമർശിക്കുന്ന മന്ത്രങ്ങളുണ്ട്. അതിൽ നിന്ന് ബുദ്ധിയുള്ള നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് അർത്ഥം? ഛാന്തോഗ്യ ഉപനിഷത്ത് വളരെ പ്രസിദ്ധമാണ്. തത്വമസി എന്ന് പറയുന്ന മഹാവാക്യം ആ ഉപനിഷത്തിലാണ്. 4 മഹാവാക്യങ്ങളാണ് വേദങ്ങളിൽ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മഹാവാക്യമാണ് തത്വമസി. ഗുരു ശിഷ്യനോട് പറയുന്നതാണ്, നീയാണ് ആ പരമതത്വം എന്ന്. ആത്മാവാണ് നീ, ആത്മാവാണ് പരമതത്വം, അതാണ് നീ എന്ന് പറയുന്നതാണ്, ദേഹമല്ല. അങ്ങനെ വിശേഷപ്പെട്ട മഹാവാക്യമുള്ള ഛാന്തോഗ്യോപനിഷത്തിൽ നാരദനും സനത്കുമാരനും തമ്മിൽ നടക്കുന്ന സംവാദത്തിലാണ് ഇതിഹാസത്തെയും പുരാണത്തെയും പരാമർശിക്കുന്ന ചില മന്ത്രങ്ങളുള്ളത്. രാമായണം മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസങ്ങളോ
മത്സ്യകൂർമ്മ വരാഹാദി 18 പുരാണങ്ങളോ സാധാരണ പലരും ധരിക്കുന്നത് പോലെ വേദകാലം കഴിഞ്ഞ് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ജനിച്ചതോ ഉണ്ടായതോ അല്ല. ഈ പുരാണം ഇതേ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വേദകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെ കർമ്മകാണ്ഡം ജ്ഞാനകാണ്ഡം ഉണ്ടായോ അതേപോലെ തന്നെ ഒരു പുരാണകാണ്ഡം ആദ്യമേ മുതൽക്ക് നമ്മുടെ രാജ്യത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആ പുരാണമാണ് പലതരത്തിലും മാറ്റം വന്ന് ഇപ്പോൾ ശ്രീമദ് ഭാഗവതം തന്നെ വിഷ്ണു പുരാണത്തിൻ്റെ ഒരു വികസിത രൂപമാണെന്ന്. അപ്പോൾ ഇന്ന് കാണുന്ന രൂപം ഒരു പക്ഷേ പുതിയതായിരിക്കാം. ഒരു 1400 വർഷം മുൻപാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ളതായ ശ്രീമദ് ഭാഗവതം രചിച്ചത് തെക്കേ ഇന്ത്യയിൽ എന്നാണ് ധാരണ പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. അതെന്തോ ആവട്ടെ, അതിൻ്റെ മറ്റൊരു ബീജരൂപം അതിനു മുമ്പുണ്ടായിരുന്നു. ആ പുരാണ കഥനം, പുരാണ ശ്രവണം എന്ന് പറയുന്നത് അത്ര വിശേഷപ്പെട്ടതാണ്. കാട്ടിൽ ചെന്ന് തപസ് ചെയ്യാൻ സാധിക്കാത്തവർ എന്തെങ്കിലും പ്രവചന പരമ്പരകൾ, തത്വപ്രവചന പരമ്പരകൾ എവിടെയെങ്കിലും നടക്കുമ്പോൾ അവിടെ പോയി എന്നും ഇരുന്ന് കേൾക്കാൻ പറ്റാതെ കഴിക്കുന്ന വയസ്സായവരും മറ്റ് വൈകല്യങ്ങളുള്ളവരുമെല്ലാം അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ നിങ്ങളുടെ ടി വിയുടെ മുൻപിലിരുന്ന് ഏഷ്യാനെറ്റ് ചാനൽ അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിദിനം 6:15 മുതൽ 6:45 വരെ ശ്രീമദ് ഭാഗവതത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടതാണ് ഈ മുക്തിസുധാകരം എന്ന് പറയുന്നത്. എന്താ? മുക്തിസ്കന്ധമാണ് ഏകാദശ സ്കന്ധം. അത് കേൾക്കുമ്പോൾ മനസ്സിനിങ്ങനെ സ്വാതന്ത്ര്യം, അതിൻ്റെ കെട്ടുപൂട്ടുകളും വിഷമങ്ങളും ആവലാദികളും കാർക്കശ്യങ്ങളും എല്ലാം അങ്ങോട്ട് അഴിഞ്ഞ് ഉലർന്നങ്ങോട്ട് പോയി മനസ്സിങ്ങനെ, ഐ വുഡ് ലൈക്ക് ടു സേ ഇറ്റ്സ് ആൻ അൺഫോൾമെൻറ്റ് ഓഫ് ദ മൈൻഡ്. മനസ്സിനൊരു അൺഫോൾമെൻറ്റ് ഉണ്ടാവുകയാണ്. അതിങ്ങനെ ചുരുളായിട്ട് കിടക്കുക. ആ ചുരുൾ പിടിച്ച് കിടന്ന് ചെടുക്ക് പിടിച്ച് കിടക്കുന്നതായ മനസ്സുണ്ടല്ലോ, അത് മുഴുവനും അഴിഞ്ഞ് നിങ്ങൾക്കൊരു ലാഘവം, ഒരു ശാന്തി, ഒരു സമാധാനം, അല്ല സന്തോഷം, ആഹ്ലാദം, അതിൽ ഉന്മത്തത ഇതുവരെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പുരാണ കഥനത്തെയും തത്വകഥനത്തെയും ആ തത്വശ്രവണത്തെയും വേണ്ടതുപോലെ ഒന്ന് വിലയിരുത്തണം പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും എന്നെനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങൾക്ക് നിർബന്ധമില്ലെങ്കിലും ഭൂമാനന്ദ സ്വാമിജിക്ക് നിർബന്ധമുണ്ട്. അപ്പം അതുപോലെ വേണം നിങ്ങളെല്ലാവരും കേൾക്കാൻ. ആ കേൾക്കുന്നത് എത്ര തപസ്സോടുകൂടി, ശ്രദ്ധയോടുകൂടി, സ്നേഹത്തോടുകൂടി, ആഭിമുഖ്യത്തോടുകൂടി, പ്രതിബദ്ധതയോടുകൂടി, മുഴുവൻ ഹൃദയത്തോടുകൂടി നിങ്ങൾ കേൾക്കുന്നുവോ അതനുസരിച്ച് സദ്യോഫലം, ഉടനടി ഫലവും നിങ്ങൾക്കുണ്ടാവും. അത് അനുഭവസിദ്ധമാണ്, അനുഭവവേദ്യമാണ്. മുക്തിസുധാകരം എന്ന ഈ സംപ്രേഷണ മഹാജ്ഞാനസത്രം കേൾക്കുന്നതും ആ കേൾക്കുന്നതിനനുസരിച്ച് അവനവനിൽ പവിത്രതയും പരിഷ്കാരവും വരുത്തുന്നതും എങ്ങനെയാണ് തനതായ ഒരു നിഷ്ഠയും അഭ്യാസവും സാധനയുമായി തീരുന്നത് എന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്. തത്വശ്രവണം തനതായ ഒരു സാധനയാണ്. ആ സാധനയുടെ മഹത്വവും ഫലപ്രദത്വവും ഇത്രയാണെന്ന് പറഞ്ഞാൽ മതിയാവില്ല. ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു ആധികാരികമായ ഒരു പ്രസ്താവനയുണ്ട്. ഭഗവത്ഗീതയിലാണത്. ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്നാണ് 13-ാം അധ്യായത്തിന് പേര് ഭഗവത്ഗീതയിൽ. അതിൽ 24-ഉം 25-ഉം ശ്ലോകങ്ങളിൽ ശ്രീകൃഷ്ണൻ പ്രത്യേകമായി എടുത്തു പറയുന്നു, ഈ ആത്മജ്ഞാനം സമ്പാദിക്കാനുള്ള 3 വഴികളുണ്ട്. ആ 3 വഴികളിൽ തനതും പൂർണ്ണവുമായിരിക്കുന്ന ഒരു മാർഗമാണ് തത്വശ്രവണവും ആ ശ്രവണത്തിന് അനുസരിച്ച് ചെയ്യുന്നതായ സാധന, ശ്രോതാക്കളും പ്രേക്ഷകരും ചെയ്യുന്ന സാധന. ശ്രീകൃഷ്ണൻ പറയുന്ന വാക്കുകൾ ഇതാണ്: ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ അന്യേ ത്വേവമജാനന്തഃ ശ്രുത്വാ അന്യേഭ്യ ഉപാസത്തെ തേപി ചാതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഃ. വളരെ വിശേഷപ്പെട്ട ഒരു പ്രസ്താവനയാണത്. പലരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ശാസ്ത്രങ്ങൾ മഹത് സത്യങ്ങളും ലളിത സത്യങ്ങളും ഗൗരവമായിരിക്കുന്ന സന്ദേശങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളുമൊക്കെ അവിടെയായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. ആ പറഞ്ഞത് മുഴുവൻ വേണ്ടതുപോലെ പെറുക്കിയെടുത്ത് മനസ്സിലാക്കി അവനവൻ്റെ വ്യക്തിത്വത്തിൽ മാറ്റാനും മറിക്കാനും പറ്റാത്തതായ ഒരു ഭാഗം ഒരു സംസ്കാര സമ്പന്നതയാക്കി തീർക്കുന്നതിലാണ്
മനുഷ്യരാശിയുടെ മിടുക്ക്, സാമർഥ്യം, മികവ്. ഇവിടെ പറയുന്നു കൃഷ്ണൻ, ധ്യാനേനാത്മനി പശ്യന്തി കേചിത് ആത്മാനമാത്മനാ. ധ്യാനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു മാർഗമാണ്. എന്താണ് ഈ ധ്യാനം? ഒരിടത്ത് ശരീരം കൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതെ കണ്ണടച്ചിരുന്ന് അന്തരംഗത്തിലാക്കുക നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരണം മുഴുവനും. അപ്പോൾ കണ്ണടച്ച് ധ്യാനിക്കുന്നവന് അവനവൻ്റെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും അന്തരാത്മാവുമല്ലേ, അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനോ കേന്ദ്രീകരിക്കാനോ ഇല്ല. അങ്ങനെ വന്നാൽ എന്താ ഉണ്ടാവുക? ആദ്യമെല്ലാം ധ്യാനം ഒരു സ്വല്പം വിഷമകരമായി തോന്നാം, അല്ലെങ്കിൽ അപരിചിതമായിട്ട് തോന്നാം. അധികം താമസിക്കാതെ മനസ്സിലുള്ള വൃത്തികളും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ, അത് ചിന്തകളാകാം, സംശയങ്ങളാകാം, വികാരങ്ങളാവാം, ഭാവങ്ങളാകാം, ആഗ്രഹങ്ങളാകാം, ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളോ എല്ലാം തന്നെ, അത് മുഴുവനും കനം കുറഞ്ഞ് അതിന് വേഗത കുറഞ്ഞ് മെല്ലെ മെല്ലെയായി അവസാനം അതിസൂക്ഷ്മമായി നിശ്ചലമായി തീരും, ഇല്ലാതെയാവും. അപ്പോൾ ധ്യാനത്തിന് സമാധി എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ വേണ്ടതുപോലെ ചെയ്താൽ. അങ്ങനെ ധ്യാനിക്കുന്നത് മാത്രം ഒരു പൂർണ്ണമായ സാധനയാണ്. എന്തിന്? കേചിദാത്മാനമാത്മന ധ്യാനേന ആത്മനി പശ്യന്തി. അവനവൻ്റെ ഉള്ളിൽ സ്വയം പ്രകാശമായി പരിലസിക്കുന്നതായ പരമാത്മാവിനെ ദർശിക്കാനും സാക്ഷാത്കരിക്കാനും ആ ആത്മാവാണ് താൻ എന്നറിയാനും വേണ്ടി ധ്യാനം തികഞ്ഞ ഒരു തനതായ സാധനയാണെന്ന്. ഇനിയോ വേറെ ഒരു മാർഗം എന്താ? അന്യേ സാഖ്യേന യോഗേന. സാഖ്യയോഗം, അതാണ് 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സാഖ്യം എന്നുള്ള വാക്കിനർത്ഥം സമ്യക് ഖ്യായതേ പഠ്യതേ ഋഷിഭിഹി അനേന ഇതി സംഖ്യ ഉപനിഷദ് വിദ്യ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തവണയല്ല, അനവധി തവണ ഗുരുമുഖത്തിൽ നിന്ന് കേട്ട് ആ കേട്ടതിനെക്കുറിച്ച് മനനം ചെയ്ത് ആ മനനം ചെയ്ത് ഉറച്ചതിന് ശേഷം തന്നെത്താനെ മനസ്സ് നിശ്ചലമാവും. സാഖ്യം എന്ന് പറയുന്നത് വിചാരമാണ്. വിചാരം എന്ന് പറയുമ്പോൾ അത് ബുദ്ധിക്കുള്ള ഒരു വ്യായാമമാണ്, ഒരു പ്രയോഗ സാധനയാണ്. ധ്യാനം എന്ന് പറയുന്നത് മനസ്സിനാകാം, മനസ്സിനെ നിശ്ചലമാക്കാനുള്ള ഒരു പ്രയത്നമാണ് ധ്യാനം. വിചാരം എന്ന് പറയുന്നതോ അവിടെ നൈശ്ചല്യം ഉദ്ദേശിക്കുന്നില്ല, നേരെ മറിച്ച് ബുദ്ധിയെ താത്വികമായിരിക്കുന്ന ഭാവനയിലും വിഭാവനത്തിലും വിചാരത്തിലും അങ്ങോട്ട് ലഗ്നമാക്കുക. അപ്പോൾ സാഖ്യം എന്ന് പറഞ്ഞാൽ വിചാരസാധന. ആ വിചാരസാധനയാണ് കൃഷ്ണൻ അർജുനനെ കൊണ്ട് ഒരു 2-2.5 മണിക്കൂർ 3 മണിക്കൂർ നേരം പടക്കളത്തിൽ വെച്ച് ചെയ്യിച്ചത്. അർജുനൻ ധ്യാനിച്ചില്ല, അർജുനൻ ഒന്നിനെയും ആരാധിച്ചില്ല, കൃഷ്ണൻ പറയണത് കേട്ടേ ഉള്ളൂ. പരീക്ഷിത്തും അതുമാതിരി ശുകമഹർഷി പറയണത് കേൾക്കണേ ഉള്ളൂ. ആ കേൾക്കുന്ന സമയത്ത് പരീക്ഷത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് തത്വവിചാര സാധനയാണ്. അതാണ് ഈ സാഖ്യം എന്ന് പറയുന്നത്. അതൊരു തികഞ്ഞ സ്വന്തമായ മാർഗമാണ്. അതുപോലെ കർമ്മയോഗേന ചാപരേ, ഭഗവത്ഗീതയുടെ തനതായിരിക്കുന്ന ഒരു സിദ്ധാന്തം, അനുഷ്ഠാനക്രമം കർമ്മയോഗമാണ്. താൻ ചെയ്യുന്ന പ്രവൃത്തികളെ മുഴുവനും നിസ്സംഗബുദ്ധിയോടുകൂടി ചെയ്താൽ ആ ചെയ്യുന്നവന് ജ്ഞാനയോഗം കൊണ്ടോ ധ്യാനയോഗം കൊണ്ടോ കിട്ടുന്നതായ ലക്ഷ്യം പൂർണ്ണമായി നേടിയെടുക്കാൻ സാധിക്കും. താൻ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവർത്തനവേളയിൽ മനസ്സിൽ നിന്ന് പൊന്തി വരുന്ന ഇഷ്ടാനിഷ്ടങ്ങളും കാമക്രോധങ്ങളും ലോഭമോഹങ്ങളും അഹങ്കാരം, അഭിമാനം, മമത എന്ന് തുടങ്ങിയിട്ടുള്ള ദൂഷ്യങ്ങളുമെല്ലാം ആ പ്രവൃത്തിയിൽ പൊന്തി വരുമ്പോൾ വരുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി നീക്കം ചെയ്ത് പോകുന്നതാണ് ഈ കർമ്മയോഗം. അപ്പോൾ കർമ്മയോഗത്തിൽ കർമ്മമാണ് അടിസ്ഥാന ഘടകം, സാഖ്യയോഗത്തിൽ ആലോചനയാണ് അടിസ്ഥാന ഘടകം, ധ്യാനയോഗത്തിലോ ധ്യാനമാണ് അടിസ്ഥാന ഘടകം. അപ്പം 3 ഇങ്ങനെ പറഞ്ഞു. കർമ്മയോഗേന ചാപരേ, ആ കർമ്മയോഗത്തിലൂടെയും ഈ ആത്മസാക്ഷാത്കാരം, ജീവിത ലക്ഷ്യം നേടിയെടുക്കാമെന്ന്. ഇനി ഇത് 3 ചെയ്യാൻ പറ്റാത്തവർക്കോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴേ ശാസ്ത്രവാക്യം മുഴുവനാവുള്ളൂ. ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം വിപുലമായിരിക്കുന്ന അനന്തമായിരിക്കുന്ന മാനവരാശിയെ മുഴുവനും ഗ്രസിക്കാനും ഉൾക്കൊള്ളാനും ആലിംഗനം ചെയ്യാനുമാണ്. അപ്പോൾ ഒരാളെയും വിട്ടുകളയാൻ പറ്റില്ല. അപ്പോൾ ഇത് 3 ചെയ്യാൻ പറ്റാത്തവർ എന്തുകൊണ്ട്? ബുദ്ധിയുടെ കുറവാകാം, ആലോചിക്കാൻ അത്ര പറ്റില്ല എന്നുള്ളവരുണ്ടാവും, മനസ്സിന് ഏകാഗ്രത പെട്ടെന്ന് കിട്ടാത്തവരുണ്ടാവും. കർമ്മയോഗത്തിലും ലോകത്തിനോടുള്ള ആശയും പിടിച്ചുവലിയും കാരണം അതും വേണ്ടതുപോലെ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരാം.
അങ്ങനെ വരുമ്പോഴോ ആ കൂട്ടർക്ക് എന്താ വേണ്ടത്? അതും എന്തെങ്കിലും ഒരു വഴി പറയണമല്ലോ. അവിടെയാണ് ഈ പറയണത്, അന്യേത്വേവം അജാനന്തഃ ശ്രുത്വാന്യേഭ്യ ഉപാസതേ. ഇതിൽ പെടാത്ത ബഹുഭൂരിപക്ഷം ജനങ്ങളുണ്ടല്ലോ, ആ ജനങ്ങൾ ഏവം അജാനന്തഃ, ഈ ധ്യാനത്തെക്കുറിച്ചോ സാഖ്യത്തെക്കുറിച്ചോ കർമ്മയോഗത്തെക്കുറിച്ചോ വേണ്ടത്ര ഉദ്ബുദ്ധരല്ല, അറിയില്ല. അറിഞ്ഞാൽ തന്നെ അനുധാവനം ചെയ്യാൻ പിന്തുടരാൻ സാധിക്കാതെ വരുന്നു പല കാരണങ്ങളാലും. അങ്ങനെ വരുന്നവർക്ക് എന്താ വഴി? കുറച്ച് സമയമെടുക്കുക. ഇപ്പോൾ ഈ സംപ്രേഷണ പരമ്പര കാലത്ത് ഒരു 22 മിനിറ്റ് 25 മിനിറ്റാണ് നിങ്ങളെല്ലാവരും കേൾക്കാൻ പോണത്. 24 മണിക്കൂറിൽ ഒരു 25 മിനിറ്റ് നിങ്ങൾക്കിതിന് ചെലവ് ചെയ്തുകൂടെ? അതില്ലാന്ന് ആരെങ്കിലും പറയുമോ? പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? സമ്മതിക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ ബാക്കിയുള്ള ദിനകൃത്യങ്ങൾക്കൊക്കെ പുറപ്പെടുന്നതിന് മുൻപ് നല്ല പ്രഭാത സമയം, സൂര്യൻ ഉദിച്ചു, എന്നാൽ ചൂടായിട്ടുമില്ല, നല്ല വെളിച്ചമുണ്ട്, ശരീരത്തിനൊക്കെ നല്ല ഒരു ഉണർവുണ്ടാവും. ഈ ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോൾ ഒരു ഉറക്കപ്പിച്ചുണ്ടല്ലോ, അതൊക്കെ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി പല്ല് തേച്ച് കുളിക്കുന്നവർ കുളിച്ച് തയ്യാറായി ഈ സംപ്രേഷണ പരമ്പരയുടെ മുൻപിൽ അങ്ങോട്ട് വന്നിരുന്നാൽ അത് മതി നിങ്ങൾക്ക്. അത് തന്നെ വലിയൊരു വിശേഷ. അത് നിങ്ങൾക്ക് നേടിത്തരുന്നത് എന്താ? അന്യേത്വേവം അജാനന്തഃ ശ്രുത്വാന്യേഭ്യ ഉപാസതേ. ഞങ്ങൾക്ക് ഈ ഉപനിഷത്തും വേദവും ഒന്നും വായിക്കാൻ പറ്റൂല, അറിയൂല, സമയമില്ല. ഇനി ധ്യാനിക്കാൻ പുറപ്പെട്ട മനസ്സ് ഏകാഗ്രമാവുന്നില്ല. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ അത് ചാവോളം നടത്തേണ്ടത്, മരണപര്യന്തം നടത്തേണ്ടതായ ഒരു സാധനയാണ്. ഇങ്ങനെ നീണ്ട സാധനയൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. അതേസമയം ഞങ്ങൾക്ക് പ്രയോഗിക്കാനും അനുഷ്ഠിക്കാനും പറ്റിയ തരത്തിലുള്ള ലളിതമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നാൽ ഞങ്ങൾ കേൾക്കാം. സ്വയം പുസ്തകമെടുത്ത് വായിക്കുക അത്ര എളുപ്പമല്ല. കുറേയൊക്കെ സംസ്കൃത ഭാഷയാണ്, അത് കൈകാര്യം ചെയ്യാൻ സാധാരണക്കാർക്ക് സാധിക്കില്ല. അപ്പം ഞങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുകയാണെങ്കിൽ അവനെ കുറേ കേൾക്കുമ്പോൾ ചിലതൊക്കെ മനസ്സിൽ പതിയുമല്ലോ. ആ പതിഞ്ഞ കാര്യങ്ങളെ മുറുക്കി പിടിച്ച് അത് വേണ്ടതുപോലെ പിന്തുടരാം എന്ന് ഞങ്ങൾ ഉറപ്പ് തരാം. നമ്മുടെ പ്രേക്ഷകന്മാരൊക്കെ അങ്ങനെയുള്ളവരാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ആകണമെന്ന് ഞാൻ അനുഗ്രഹിക്കണമുണ്ടതാ. അപ്പം നിങ്ങൾ എന്തു വേണം? ബാക്കിയുള്ളവർ പറഞ്ഞ് കേട്ട് ആ കേട്ടതിനെ അനുസരിച്ച് അവനവൻ്റെ മനസ്സിനെ പരിശോധിച്ച് ബുദ്ധിയെയും പരിശോധിച്ച് അതിലുള്ള മാലിന്യങ്ങളോ തകരാറുകളോ ഇടുക്കങ്ങളോ അശുദ്ധികളോ കറയോ കുറയോ ഇതൊക്കെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞ് ഇതെങ്ങനെ തള്ളിക്കളയും സ്വാമിജി എന്ന് ചോദിച്ചാൽ അറിവിൻ്റെ മുൻപിൽ എല്ലാം പറക്കും. ഈ അജ്ഞാനം എന്ന് പറയുന്നത് ഇരുട്ട് പോലെയാണ്. എത്ര ഇരുട്ടുണ്ടാവട്ടെ, ഒരു ഗുഹയെടുക്കുക. ഭൂമി ഉണ്ടായ കാലം മുതൽക്ക് അത് ഗുഹയാണ്, പ്രകൃതി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗുഹയാണ്. അതെപ്പോഴും ഇരുട്ടാണ്. നിങ്ങളവിടെ ചെന്നു പോകുന്ന സമയത്ത് ഒരു ചെറിയ മെഴുകുതിരിയോ അല്ലെങ്കിൽ ചെറിയൊരു വിളക്കം കൊണ്ടുപോയാൽ ആയിരാണ്ടുകൾ പഴക്കമുള്ള ഇരുട്ടും അവിടുന്ന് നീങ്ങി പോവോ ഇല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, വേറെ ആരോടും ചോദിക്കണ്ട. ആ ഇരുട്ട് വഴിമാറോ ഇല്ലേ? വഴിമാറും. അതേമാതിരി അറിവില്ലായ്മ കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ എല്ലാ വിധത്തിലുള്ള മാലിന്യങ്ങളും കടന്നുകൂടുന്നത്. അറിവങ്ങോട്ട് ഉദിക്കുമ്പോഴോ തന്നെത്താനെ പോവുമത്. അജ്ഞാനം എന്ന് പറയുന്ന അന്ധകാരം ജ്ഞാനം വരുമ്പോഴേ പോവുള്ളൂ, അത് മാത്രമേ അതിന് ഉപയോഗമാവുള്ളൂ. ഈ തത്വശ്രവണം ഇവിടെ എപ്പം നാം ചർച്ച ചെയ്യുന്നത് എന്താ? തത്വമൂല്യ സിദ്ധാന്തങ്ങൾ എന്നാണ് ഞാനിതിന് പറയാറുള്ളത്. ഈ 3 വാക്ക് നിങ്ങൾ ഓർമ്മ വയ്ക്കണം. തത്വം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു വസ്തുവല്ല, ദ്രവ്യമല്ല, ഊർജമല്ല. ജഗതീശ്വരൻ ഒരു തത്വമാണ്, ആത്മ ഒരു തത്വമാണ്, ബ്രഹ്മം ഒരു തത്വമാണ്. അതൊരു വസ്തുവല്ല. വസ്തു പരിണമിച്ച് പിന്നീട് വന്നതാ, ഊർജവും പരിണമിച്ചു വന്നതാ. ഈ പരിണാമങ്ങൾ ഉണ്ടായതെപ്പോഴാണ്? പരിണമിക്കുന്നതിന് മുൻപുണ്ടായിരുന്നതിനാണ് തത്വം എന്ന് പറയുക. അതായിട്ടിരിക്കുന്ന ഒരു സാധനം. അതിനെ മറ്റൊരു തരത്തിൽ പറയാനോ വ്യാഖ്യാനിക്കാനോ സാധിക്കില്ല. അത് പലതായി തീർന്നാൽ അപ്പോൾ നമുക്ക് കാണാനും കമ്പയർ ചെയ്യാനും തുലനം ചെയ്യാനും വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ സാധിച്ചു എന്ന് വരാം. അങ്ങനെ ഒരു തത്വം. അത് പിന്നെ മൂല്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിനെ ധന്യമാക്കുന്നത്, മനസ്സിനൊരു പോഷകം, ബുദ്ധിക്കും ഒരു പോഷകം. ശരീരത്തിന് എങ്ങനെയാണോ പോഷകാഹാരം ശക്തി നൽകുന്നത്, ആരോഗ്യം നൽകുന്നത്, അതുപോലെ മനസ്സിനും ബുദ്ധിക്കും ആരോഗ്യം നൽകുന്നതാണ് മൂല്യങ്ങൾ. എനി കൈൻഡ് ഓഫ് എ വാല്യൂ വാട്ട്സോഎവർ instantly means strength and enrichment, empowerment to the mind, intelligence and heart. മൂല്യം എന്ന് പറയുന്നത് എന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഹൃദയത്തിനുമെല്ലാം
അങ്ങേയറ്റം ശക്തി നൽകുന്നതാണ്, ധന്യമാക്കുന്നതാണ്. അങ്ങനെയുള്ള മൂല്യങ്ങൾ. സിദ്ധാന്തങ്ങളോ, ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടിയാൽ വെള്ളമായി എന്ന് പറയുന്നു. അത് കെമിസ്ട്രിയിലുള്ള ഒരു സിദ്ധാന്തം, ഒരു നിയമമാണ്. അതുമാതിരി മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ ആ വ്യക്തിത്വത്തെ നിലനിർത്തുന്നത് പല വിധത്തിലുള്ള സിദ്ധാന്തങ്ങളാണ്. ഭക്ഷണം കഴിക്കുന്നു, വിശപ്പിനനുസരിച്ച് ആമാശയത്തിൽ ചെല്ലുന്നു. ആമാശയത്തിൽ ചെന്നതോടുകൂടി വയറിലെ ഓരോരോ ഭാഗങ്ങൾ അത് ദഹിപ്പിക്കാൻ വേണ്ടി ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഇങ്ങനെയുണ്ട്. അമർന്ന് ഇങ്ങനെ വികസിക്കും. ആ പ്രോസസ്സിൽ, ആ പ്രക്രിയയിൽ പല വിധത്തിലുള്ള ഗ്ലാൻസ് അവയവങ്ങളുണ്ട്. ആ അവയവങ്ങളിൽ നിന്നുള്ള വിസർജനങ്ങൾ അതിൽ കൂടിച്ചേരുന്നു. അതൊക്കെ കഴിഞ്ഞ് അത് ദഹനം രക്തമായി രൂപാന്തരപ്പെടുന്നു. ഇത് തികച്ചും ഒരു സിദ്ധാന്തം, ഒരു ക്രമത്തിലൂടെയാണ്. അതുകൊണ്ടാണല്ലോ വൈദ്യശാസ്ത്രം ചികിത്സയ്ക്ക് വളരെ വിദഗ്ധമായി പരിശ്രമിക്കുന്നതും അവർ സഫലമാകുന്നുമുണ്ട് മിക്കവാറും. അപ്പോൾ ഇങ്ങനെയുള്ള തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും മനുഷ്യ ജീവിതത്തിൽ മനുഷ്യ വ്യക്തിത്വത്തെയും ലോകക്രമത്തെയും ഈശ്വരഹിതത്തെയും അനുസരിച്ച് പല സിദ്ധാന്തങ്ങളുമുണ്ട്. അത് നാം കണ്ടുപിടിച്ച് മനസ്സിലാക്കി ജനങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അതാണ് ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം. ഈ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ഈ സംപ്രേഷണ പരമ്പരയിലൂടെ നമ്മുടെ പ്രേക്ഷാക്കളെ അറിയിപ്പിക്കുക, അവരുടെ ഉള്ളിലേക്ക്. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക മാത്രമല്ല ഭൂമാനന്ദ സ്വാമിജി ചെയ്യണത് കേട്ടോ. ആ വാക്കിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് കർണപുടത്തിലൂടെ കടന്ന് ആ മനോമണ്ഡലത്തിലും ബുദ്ധിമണ്ഡലത്തിലും അഹങ്കാരമണ്ഡലത്തിലുമെല്ലാം വ്യാപിച്ച് എല്ലാറ്റിനെയും ഗ്രസിച്ച് അതിലുള്ള നൂലാമാലകളും ഇടുക്കങ്ങളുമെല്ലാം തള്ളിക്കളയാനുള്ള വിശേഷപ്പെട്ട ഒരു പ്രക്രിയയാണിത്. അതാണ് ഈ തത്വകഥനം. നിങ്ങളതിനെ നിസ്സാരബുദ്ധിയോടുകൂടി കാണരുത്. അങ്ങേയറ്റത്തെ സാരബുദ്ധി വേണം നിങ്ങൾക്ക്. അതിനാണിത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് അവരെന്ത് ചെയ്യണു? ഉപാസതേ എന്നാണ് കൃഷ്ണൻ ഇവിടെ പറയണത്. ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തത്വകഥനം നടക്കുന്ന സമയത്ത് അങ്ങനെ ഇരുന്ന് ചാരി ഇരുന്ന് കേട്ടു. അല്ല, നിവർന്നിരുന്ന് തന്നെ കേട്ടോളൂ. ആ കേൾക്കുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങണം. എങ്ങനെ? ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ ശരീരത്തിന് കൊടുക്കുന്നത് പോലെ ഇൻട്രാ സൈക്കോളജിക്കൽ ഇഞ്ചക്ഷനായി തീരണം ഇത്. അത് ഉള്ളിലേക്ക് ഇങ്ങനെ മനസ്സിലേക്ക് പോഷകമായി ആരോഗ്യകരമായി സന്തുഷ്ടികരമായി ഉത്സാഹജനകമായി എല്ലാ ദിക്കിലും ഇങ്ങനെ വ്യാപിക്കണം. അങ്ങനെയുള്ള ഒരു ഉപാസനയായിട്ട് കണക്കാക്കൂ. ഉപാസന എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? ഈശ്വരനെ ഉപാസിക്കുക. നമ്മുടെ ഈ സംപ്രേഷണം ഉണ്ടല്ലോ, എൻ്റെ അഭിപ്രായത്തിൽ അത് ചതുർഭുജധാരിയായി ശുദ്ധസത്വമൂർത്തിയായിരിക്കുന്ന മഹാവിഷ്ണുവിനുള്ള ഏറ്റവും മഹത്തായ ഒരു സേവനമാണിത്. ഇത് എത്ര തവണ ഞാൻ പറയണം? ശുദ്ധസത്വമൂർത്തിയായിരിക്കുന്ന ചതുർഭുജധാരിയായ മഹാവിഷ്ണുവിനുള്ള ഒരു ഹാർദസമ്പൂർണമായ ഒരു സേവനമാണിത്. എന്താ ഈ സേവനം? ലക്ഷോപലക്ഷം പ്രേക്ഷകരെ മഹാവിഷ്ണുവിൻ്റെ വാക്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗുണമഹിമകൾ, അദ്ദേഹം ജനങ്ങളോട് എന്തു പറയുന്നു, എന്താവശ്യപ്പെടുന്നു എന്നുള്ളത് ശ്രീമദ് ഭാഗവതം അത് വെളിപ്പെടുത്തുന്നതാണല്ലോ അടിമുടി. ആ ശ്രീമദ് ഭാഗവതത്തിൽ ഏറ്റവും മകുടമായിട്ടുള്ളതും ജനങ്ങൾക്ക് അനുഗ്രഹകരമായിട്ടുള്ളതുമായ ഏകാദശം 11ാമത്തെ സ്കന്ധം മുക്തിസ്കന്ധം. ആ മുക്തിസുധാകരം ഏകാദശ സ്കന്ധം മുക്തിസ്കന്ധമാണ്. മുക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിനെ സ്വതന്ത്രമാക്കുക, എല്ലാ വിധത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും മാറ്റിയെടുത്ത് അതിനെ സ്വതന്ത്രമാക്കാനുള്ള പ്രയത്നം. ആ പ്രയത്നമാണ് നാം ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ലക്ഷോപലക്ഷം പ്രേക്ഷകരെ ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ വാക്യങ്ങൾ, ശ്രീകൃഷ്ണനും നവയോഗികളുമെല്ലാം പറഞ്ഞിട്ടുള്ളതായ ആ മുക്തിവാക്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഉള്ളിൽ പ്രവേശിച്ച് ഒരു മംഗളകരമായ സ്വാധീനം എന്നേക്കുമായി അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വരും തലമുറകൾക്കും എല്ലാം തന്നെ ഒരു അനുഗ്രഹ തൂണായി നിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനോഭാവം എന്താ? മഹാവിഷ്ണുവിന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു സേവനമാണിത്. ആ സേവനം സഫലമാകണമെങ്കിൽ ഞാനിവിടെ പറയുന്നത് പോലെ പ്രേക്ഷകരായ നിങ്ങളതിങ്ങനെ കേൾക്കും വേണം. നമ്മൾ രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു സഹകരണത്തിലൂടെയാണ് ഈ സംപ്രേഷണ പരമ്പര നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതൊരു സംപ്രേഷണ മഹാജ്ഞാന സത്രമാണെന്ന്. സംപ്രേഷണ മഹാജ്ഞാന സത്രമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം തനതായി ഇങ്ങനെ ഇതുവരെ സംപ്രേഷണം നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ദൃഷ്ടിയിൽ എനിക്ക് തോന്നുന്നത്
ഞാൻ നമ്മുടെ പ്രൊഡ്യൂസറോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയതിലും ഇതം പ്രഥമമായിരിക്കുന്ന വിലമതിക്കാൻ പറ്റാത്ത ഒരു അതിമഹത് സംരംഭമാണിത്. അങ്ങനെ തന്നെ, അതിൽ ഒരു പണത്തൂക്കത്തിന് വ്യത്യാസമില്ല, മാറ്റമില്ല. അതിമഹത്തായിരിക്കുന്നത്, അത്യന്തം അനുഗ്രഹകരമായിട്ടുള്ളത്, പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ നിത്യമംഗള കിരീടം ചാർത്തുന്നതായ ഒരു അതിമഹത് പുണ്യ സംരംഭമാണ് ഈ സംപ്രേഷണ മഹാജ്ഞാന സത്രം. സാധാരണ ഈ യജ്ഞങ്ങളും യാഗങ്ങളുമൊക്കെ വ്യക്തികൾ അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടത്തുക. അങ്ങനെയുള്ളതിനെ സത്രം എന്ന് പറയാറില്ല. സത്രം എന്ന് പറയണമെങ്കിൽ അതിൽ ജനോപകാരം എന്നൊരു ഘടകമുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ വേണ്ടിയല്ലാതെ അനവധി ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ജനസമാജത്തിന് ഒട്ടാകെ നന്മയരുളാൻ, മംഗളമരുളാൻ, അനുഗ്രഹമരുളാൻ വേണ്ടി നടത്തുന്ന ദിവ്യ പ്രസ്ഥാനങ്ങൾക്കൊക്കെയാണ് ഈ സത്രം എന്ന് പറയുക. അതുപോലെ ഇതും ഒരു മഹാജ്ഞാന സത്രമാണ്, സംപ്രേഷണ മഹാജ്ഞാന സത്രം. ഇതിൽ ഞാൻ ഒരു ഭാഗത്ത് പറയണു, നിങ്ങൾ കേൾക്കണു. ഇതിന് പല വിധത്തിലും നമുക്ക് പല വിധത്തിലുള്ള അധ്വാനങ്ങളും ചെലവുമെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി നടക്കണമെങ്കിൽ അനേകം പേരുടെ പങ്കാളിത്തവും അഹംഹമികയാ വന്ന് എല്ലാവരും ഇതിൽ പങ്കെടുത്താലേ നടക്കുള്ളൂ. നാം ചെയ്യുന്നതോ മനുഷ്യരാശിക്ക് ഒട്ടാകെ നന്മയരുളാൻ, എങ്ങനെ? വിജ്ഞാനത്തിലൂടെ, വിവേകത്തിലൂടെ, ജ്ഞാനപ്രസരണത്തിലൂടെ, പ്രതിപാദനത്തിലൂടെ. അങ്ങനെയുള്ള വിശേഷപ്പെട്ട ഒരു സംപ്രേഷണ പരമ്പരയാണത്, ഒരു മഹാജ്ഞാന സത്രം തന്നെ. ഇത് കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തേബി ചാതി തരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഹ. ഇത് കേൾക്കുന്നവരുണ്ടല്ലോ, അവരും അതിതരന്തി എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുന്നു. എന്തിനാണ് ഈ തരണം ചെയ്യുന്നത്? നമ്മുടെ നല്ല ഒരു ഭാഷയുണ്ട്, സംസാരക്കടൽ, സംസാര സമുദ്രം എന്ന് പറയും. എപ്പോഴും സംസരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമുദ്രമാണ്. സാധാരണ ഈ ഭൂമിയിൽ കാണുന്ന പുറത്ത് ജലമയമായ ഒരു സമുദ്രമുണ്ടല്ലോ, അത് ഭൂമിയുടെ മുകളിലാണ്. സാധാരണ ഭൂമിയുടെ 3/4 ഭാഗം വെള്ളവും 1/4 ഭാഗം കരയും എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിലും ഈ 3/4 ഭാഗം ഭൂമിയിലാണ് വെള്ളം പൊന്തി കിടക്കുന്നത്. സംസാരം എന്ന് പറയണത് അങ്ങനെ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ആകാശത്തെ മുഴുവൻ ഗ്രസിച്ചുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലും പ്രവേശിച്ച് പല വിധത്തിലുള്ള സ്വാധീനങ്ങൾ ജനിപ്പിച്ച് ജന്മത്തിന് മീതെ ജന്മം, മരണത്തിനുപരിയായി മരണം, ഇങ്ങനെ ജനന മരണ പരമ്പരകളിൽ നമ്മളെ കൊണ്ട് ചാടിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സംസാര സമുദ്രം എന്ന് പറയുന്നത്. ഒരു കുളം നീന്തി കിടക്കാം, ഒരു തടാകം നീന്തി കിടക്കാം, ഒരു പുഴയും നീന്തി കിടക്കാം, കടൽ നമുക്ക് നീന്തി കിടക്കാൻ സാധിക്കില്ല. അതുപോലെ സംസാരം എന്ന് പറയുന്നത് ഒരു സമുദ്രമാണെന്ന് പറയാറുണ്ട്, നീന്തി അങ്ങോട്ട് കിടക്കാൻ പറ്റാത്തത് കൊണ്ട്. അങ്ങനെ ഉള്ള ഈ സംസാരത്തെ അതിതരന്തി എന്നാണ് കൃഷ്ണൻ പറയണത് ഗീതയിൽ. ഇത് ഒരാളല്ല, അതിതരന്തി എന്ന് പറയുമ്പോൾ ബഹുവചനമാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഒരാളല്ല, നിങ്ങൾ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ടാവും. അവർക്കെല്ലാവർക്കും തന്നെ ഈ മൃത്യുവെ തരണം ചെയ്ത് സംസാര സാഗരത്തെ താണ്ടിക്കിടക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ ശ്രുതിപരായണാഹ. ഈ നടക്കുന്ന സംപ്രേഷണം നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ കേട്ടാൽ പോരാ, എല്ലാ ദിവസവും കേൾക്കണം. സംപ്രേഷണം തുടങ്ങിയാൽ പിന്നെ നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവണം. 6:15 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടി വിയുടെ മുൻപിൽ സന്നിഹിതരാവണം. അങ്ങനെ ശ്രുതിയിലൊരു പരായണത്വം. സാധാരണ ശാസ്ത്രം വായിക്കുക, ഗീത വായിക്കുക, രാമായണം വായിക്കുക. കർക്കിടക മാസത്തിൽ ഒരു മാസം രാമായണ മാസം എന്ന് പറഞ്ഞ് പലരും വായിക്കുന്നുണ്ട്, ബാക്കിയെല്ലാ മാസവും വായിക്കുന്നില്ല. അപ്പോൾ ഈ കേൾക്കുന്നതിൽ നമുക്കൊരു വലിയ ശ്രദ്ധ, അത് നമുക്ക് മോക്ഷം നൽകുന്നതാണ്, മുക്തി നൽകുന്നതാണ്, പരിപൂർണമായ ഈശ്വരാനുഗ്രഹം നൽകുന്നതാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി അതിനെ ഒരു ഉപാസന എന്ന് പറഞ്ഞാൽ പുഷ്പവും ഫലവും വെള്ളവും ഹവിസ്, നെയ്യ് എന്ന് തുടങ്ങി പല സാമഗ്രികളും എടുത്ത് നമ്മൾ ഭഗവാനെ പൂജിക്കുന്നുണ്ട്. അത് പൂജ എന്ന് പറയുന്ന ഒരു ഉപാസനയാണ്. ഇതോ ശ്രവണോപാസനയാണ്. ആ ശ്രവണോപാസനയ്ക്ക് മറ്റുള്ള ഉപാസനകളെക്കാളൊക്കെ ഫലവും ശക്തിയും കൂടുതലാണ്. മാത്രമല്ല ധ്യാനം ചെയ്യുന്നതിനും സാഖ്യയോഗം അനുഷ്ഠിക്കുന്നതിനും കർമ്മയോഗം പിന്തുടരുന്നതിനും എല്ലാം തുല്യമായിട്ടുള്ള തനതായ ഒരു ഫലവും ഒരു സാധനയുമാണ് ഈ ശ്രവണോപാസന എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതാണ് ഇത്രയും വിപുലമാക്കി ഭഗവത്ഗീതയിൽ പ്രസക്തമായിരിക്കുന്ന ഭാഗമെടുത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ശ്രീമദ് ഭാഗവത ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ഏകാദശ സ്കന്ധം, 11ാമത്തെ സ്കന്ധം. എന്താണ് അതിന് ഇത്രയധികം പ്രാധാന്യം ഉണ്ടാവാനുള്ള കാരണം, അതിനുള്ള നിസ്തുല വിശേഷം എന്താണെന്ന് നമുക്ക് പതുക്കെ മനസ്സിലാക്കാം. എന്തായാലും ഇത്രയും ഇപ്പോൾ ധരിക്കുന്നത് നന്നായിരിക്കും.
ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അതിമഹത്തും ബൃഹത്തുമായ ഒരു നിസ്തുല ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന വാക്കിന് അർത്ഥം വളരെയധികം വിപുലമാണ്, ഗാഢമാണ്. എന്ത് കാര്യത്തെക്കുറിച്ചും നമുക്ക് ശാസ്ത്രം ഉണ്ടാക്കാവുന്നതും രചിക്കാവുന്നതുമാണ്. എന്തെങ്കിലും ഒരവതരണം അല്ലെങ്കിൽ ഒരു പ്രതിപാദനം ശാസ്ത്രമാവണമെങ്കിൽ ആ പ്രതിപാദിക്കുന്ന വിഷയത്തെ ഗുണദോഷപൂർവകമായി യുക്തിസഹമായി ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുമാതിരി ആകുന്ന അവതരണങ്ങളോ പ്രതിപാദനങ്ങളോ ഒന്നും ശാസ്ത്രമാവില്ല. മനുഷ്യൻ ബുദ്ധിശാലിയാണ്. മനുഷ്യന് വൈകാരികമായ മനസ്സ് മാത്രമല്ല ഉള്ളത്. കാര്യങ്ങളുടെ ഗുണദോഷം വേണ്ടതുപോലെ ചിന്തിക്കാനും നല്ലത് ചീത്ത തിരിച്ചറിയാനും കാര്യകാരണങ്ങളെക്കുറിച്ച് വളരെ ഗാഢമായി ചിന്തിച്ച് പരസ്പരം ഇണക്കി ഊഹാപോഹങ്ങളിലും അനുമാനങ്ങളിലും ചേരാനുള്ള വലിയ ഒരു ശക്തിയും പാഠവും മനുഷ്യ വ്യക്തിത്വത്തിനുണ്ട്. അത് മനസ്സിലാക്കി വേണം ശാസ്ത്രങ്ങൾ രചിക്കാനോ ശാസ്ത്രങ്ങൾ അവതരിപ്പിക്കാനോ. വായിക്കുന്നവരാകട്ടെ കേൾക്കുന്നവരാകട്ടെ വായിക്കുന്നതും കേൾക്കുന്നതും തള്ളിക്കളയാൻ പറ്റില്ല. അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിച്ചേ തീരൂ, അവഗാഹമായി ചിന്തിച്ചേ തീരൂ, പരിഗണിച്ചേ തീരൂ എന്നൊരു ബോധം, ഒരു നിർബന്ധം, ഒരു തരത്തിലുള്ള ഉത്സാഹം ശ്രോതാക്കളാണെങ്കിൽ അവരിൽ, പ്രേക്ഷകരാണെങ്കിൽ അവരിൽ ഉണ്ടായേ തീരൂ. അത് രചിക്കാവുന്ന തരത്തിൽ വേണം എന്ത് ശാസ്ത്രവും രൂപപ്പെടുത്താൻ. ശ്രീമദ് ഭാഗവതം ഒരു മഹത് ശാസ്ത്രമാണെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ വക ഭാവനകളൊക്കെയാണ് ഇരമ്പി വരുന്നത്. 18,000 ശ്ലോകങ്ങളും 1,80,000-ലേറെ പദങ്ങളും ഉൾക്കൊള്ളുന്നതായ ഒരു മഹത് ശാസ്ത്ര രചനയെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് മനസ്സിലുദിക്കുന്നത് എന്ന് എനിക്കറിയാൻ കൗതുകമുണ്ട്. രചിച്ചതോ മിക്കവാറും കാവ്യരൂപത്തിലാണ്. ഗദ്യസാഹിത്യം രചിക്കുന്നത് ഒരു നിലയ്ക്ക് എളുപ്പമാണ്. സംസാരിക്കുന്നത് പോലെയോ പ്രസംഗിക്കുന്നത് പോലെയോ ആണ് ഗദ്യസാഹിത്യ രചനയും. എന്നാൽ പദ്യം രചിക്കുമ്പോൾ ഗദ്യസാഹിത്യം വഴിമാറേണ്ടി വരും. പദ്യങ്ങൾക്ക് പലതരത്തിലുള്ള വൃത്തങ്ങളുണ്ട്. ആ വൃത്തങ്ങൾക്കൊന്നും കോട്ടം വരാതെ പറയാനുള്ള ആശയങ്ങൾ അവയുടെ ഗാംഭീര്യത്തോടുകൂടിയും മഹത്വത്തോടുകൂടിയും അർത്ഥപുഷ്ടിയോടുകൂടിയും എന്തുദ്ദേശിക്കുന്നുവോ അത് വെളിപ്പെടുത്തത്തക്ക വിധത്തിൽ കോർത്തിണക്കി ഒരു ഭാഗീരഥി ഒഴുകുന്നത് പോലെ ശബ്ദത്തിൻ്റെയും പദങ്ങളുടെയും വാക്യങ്ങളുടെയും ആശയങ്ങളുടെയും അവതരണങ്ങളുടെയും ഒരു പ്രവാഹം തന്നെ ഈ പദ്യസാഹിത്യത്തിലുണ്ടാകും. ശ്രീമദ് ഭാഗവതം അങ്ങനെ ഒരു പദ്യരൂപത്തിലാണ് രചിച്ചിരിക്കുന്നത്. 5-ാമത്തെ സ്കന്ധത്തിൽ മാത്രമേ ഗദ്യരൂപത്തിലുള്ള ഒരു ഭാഗം അവിടെയുള്ളൂ. ആ ഗദ്യവും വളരെ ഗംഭീരമാണ്, മഹത്താണ്. അങ്ങനെയുള്ള ഒരു ശ്രീമദ് ഭാഗവത ശാസ്ത്രം കേൾക്കുന്നത് തന്നെ വളരെ അപൂർവമാണ്, വിശേഷപ്പെട്ടതാണ്. ഭാഗവതം കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഗ്രഹിക്കുന്നവർക്കും ഉണ്ടാകുന്ന നേട്ടം ഇത്രയാണെന്ന് നമുക്ക് പറഞ്ഞാൽ തീരില്ല. കേൾക്കുന്നതിന് വളരെ ഹൃദ്യമാണ്, രഞ്ജകമാണ്, രസപ്രദമാണ്. കേൾക്കുന്തോറും നമുക്കതിനെക്കുറിച്ച് ആലോചിക്കണം, ഗ്രഹിക്കണം എന്നുള്ള ഒരു ആച്ചിൽ നമ്മളുടെ മനസ്സിൽ സ്വാഭാവികമായും ഉദിക്കും. ആലോചിക്കാൻ തുടങ്ങിയാലോ വളരെ വലിയ മേഖലകളാണ്. ആകാശം എങ്ങനെയോ അതേപോലെയാണ് അന്തരാളം വിടർന്നു വരുന്നത് പോലെ നമ്മുടെ മനസ്സിൽ വിടർന്നു വരും. അങ്ങനെ ശ്രോതാക്കളുടെ മനസ്സിനെ രസിപ്പിച്ചും ആകർഷിപ്പിച്ചും അതിൻ്റെ ഗാഠ ഉന്നത തലങ്ങളിലേക്ക് നയിക്കാൻ ശക്തമായ ഒരു ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ശാസ്ത്രം. അതിൽ പ്രതിപാദിക്കുന്ന വിഷയമോ എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ആർക്കും തള്ളിക്കളയാൻ പറ്റാത്തതുമാണ്. എന്താണത്? ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഈശ്വരനെപ്പറ്റി, ഭഗവാനെപ്പറ്റി, ദൈവത്തെപ്പറ്റി, ഈ വിശ്വകോശത്തെ ആകെ പേറി അതിനെ ഭരിക്കുന്നതായ മഹാപ്രഭാവത്തെപ്പറ്റി. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാലോ, മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയുടെ തന്നെ അവനവൻ്റെ തന്നെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും മഹിമകളും
ആഴങ്ങളും അഴകുകളുമെല്ലാം വ്യക്തമായി പറഞ്ഞു ധരിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ഈശ്വരൻ എന്നുള്ള നിലയ്ക്ക് നോക്കിയാലും അവനവൻ്റെ തന്നെ ഉൾവ്യക്തിത്വത്തിൻ്റെ മഹിമ എന്നുള്ള നിലയ്ക്ക് നോക്കിയാലും ശ്രീമദ് ഭാഗവതം അതിലോരോ അധ്യായത്തിലുമായി നമുക്ക് ഓതിത്തരുന്ന കാര്യങ്ങൾ ഏറ്റവും രുചിപ്രദമാണ്, ഏറ്റവും ഉപയോഗപ്പെടുന്നതാണ്, ഏറ്റവും നമ്മെ അലങ്കരിക്കുന്നതും ധന്യമാക്കുന്നതുമാണ്. അത്ര വിശേഷപ്പെട്ട ഈ ശാസ്ത്രം ഭാഗവതത്തിൽ ഒരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ സർവ്വസാധാരണമാണ്. പരശുരാമൻ രചിച്ചു തന്ന, സമുദ്രത്തിൽ നിന്ന് പൊക്കിത്തന്ന ഈ പുണ്യ കേരളത്തിൽ തെക്ക് തൊട്ട് വടക്ക് വരെ സപ്താഹങ്ങൾ ധാരാളം നടക്കാറുണ്ട്. സപ്താഹം എന്ന് പറഞ്ഞാൽ ഈ 18,000 ശ്ലോകങ്ങളും 335 അധ്യായങ്ങളും 7 ദിവസം കൊണ്ട് ഒരു തവണയെങ്കിലും വായിച്ച് മുഴുവനാക്കുക എന്നുള്ളതാണ് സപ്താഹത്തിൽ പ്രധാനം. മൂലഗ്രന്ഥം പാരായണം ചെയ്യുക, അതിനാണ് സപ്താഹത്തിൽ ഏറ്റവും അധികം മുൻതൂക്കം കൊടുക്കുന്നത്. ഒരു 35 മണിക്കൂർ സമയം വേണം ശ്രീമദ് ഭാഗവത ശാസ്ത്രം മുഴുവനായി ഒരു തവണ വായിക്കാൻ. 7 ദിവസം നടക്കുന്നതായ സപ്താഹത്തിൽ 35 മണിക്കൂർ മൂലപാരായണത്തിന് പോയാൽ പിന്നെ ബാക്കി എത്ര സമയം കാണും? അതിലാണെങ്കിൽ പല കഥകളും ഉപകഥകളും ഉണ്ട്. ഈ കഥകളൊക്കെ പറഞ്ഞൊപ്പിക്കണം എങ്ങനെയായാലും സാധാരണ അതേ ചെയ്യാറുള്ളൂ. എന്നാൽ ഈ കഥാകഥനം കൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൻ്റെ വക്ക് പോലും ആയി എന്ന് പറഞ്ഞുകൂടാ. അതിൽ അവതരിപ്പിക്കുന്നത് മുഴുവനും തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളുമാണ്. ഞാൻ എപ്പോഴും പറയും, തത്വമൂല്യ സിദ്ധാന്തങ്ങളാണ് ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്നതും അവതരിപ്പിക്കുന്നതുമെല്ലാം തന്നെ. ആ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ വിട്ടുകളഞ്ഞാൽ പിന്നെ ശ്രീമദ് ഭാഗവതത്തിന് നമ്മുടെ ബുദ്ധിയെയും ഹൃദയത്തെയും സ്പർശിക്കാനുള്ള കാര്യങ്ങൾ എത്ര കണ്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സപ്താഹം കൊണ്ട് ശ്രോതാക്കൾക്കോ പ്രേക്ഷകന്മാർക്കോ അവരുടെ ഉദ്ദേശം സഫലമാകുന്നില്ല. ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്നതായ തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും ഞങ്ങൾക്ക് കൂടുതൽ വിശദമായി കേൾക്കണം, പറഞ്ഞു കേൾക്കണം, പ്രതിപാദിച്ച് കേൾക്കണം എന്നുള്ള ഒരു ബോധം ഭാഗവത ശ്രോതാക്കളുടെ ഇടയിൽ വളരെ പ്രബലമായിരിക്കുന്നു. ചാനൽ പ്രേക്ഷകന്മാരുടെ മനസ്സിൽ അതേമാതിരി ഒരു പ്രതികരണം ശക്തമായി വരുന്നു എന്നാണ് നമുക്ക് ഇതുവരെയും അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ശ്രീമദ് ഭാഗവതത്തെ, പ്രത്യേകിച്ചും അതിൻ്റെ തത്വമൂല്യ സിദ്ധാന്തങ്ങൾക്ക് വേണ്ടത്ര മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രതിപാദിക്കേണ്ട സമയം ഏറ്റവും അതിക്രമിച്ചിരിക്കുന്നു. ശ്രോതാക്കളുടെ ഇടയിൽ ഒരു പുതിയ അഭിനിവേശം കാണുന്നുണ്ട്. എന്താണത്? ശ്രീമദ് ഭാഗവതത്തിലെ പ്രതിപാദനം പലതുമാണ്. ഈ ലോകത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, ജീവരാശികളെക്കുറിച്ച്, പ്രത്യേകിച്ചും മനുഷ്യരാശിയെക്കുറിച്ച്, സ്വർഗം നരകം, ദേശം കാലം സമയം, ഇവയെ എല്ലാറ്റിനെയും തന്നെ പരാമർശിച്ചുകൊണ്ട് എല്ലാറ്റിൻ്റെയും ഹേതുഭൂതമായിരിക്കുന്ന ശക്തിയോ പ്രഭാവമോ സാന്നിധ്യമോ എന്താണത് എന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രധാന ഭാഗമാണ്. അങ്ങനെ പലതും ശ്രീമദ് ഭാഗവതം നമുക്ക് സംഭാവന അവതരണം നടത്തുന്നുണ്ടെങ്കിലും ശ്രീമദ് ഭാഗവതം പ്രധാനമായി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് കൃഷ്ണൻ അഥവാ ശ്രീകൃഷ്ണൻ. 10ാം സ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മം നടക്കുന്നത്. ഏറ്റവും വലിയ സ്കന്ധമാണ് 10ാമത്തെ സ്കന്ധം. അതിൽ എല്ലാം കൂടി 90 അധ്യായമാണ് ഉള്ളത്. അതിനുശേഷം ആണ് ഏകാദശം 11ാം സ്കന്ധം. അതിലാണ് ശ്രീകൃഷ്ണൻ നൽകിയ അന്തിമമായ ഉപദേശം. ആർക്ക്? ഏറ്റവും പ്രിയപ്പെട്ടവനും അടുത്തു നിൽക്കുന്നവനും സമീപസ്ഥനുമായ വേണ്ടപ്പെട്ട ഉദ്ധവന്. ആ ഏകാദശം കഴിഞ്ഞാൽ പിന്നെ 12ാമത്തെ സ്കന്ധത്തിലും കൃഷ്ണൻ്റെ ഭൂമിയിൽ നിന്നുള്ള തിരോധാനം, സ്വർഗാരോഹണം, ആ കാര്യങ്ങളുമാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. 12 സ്കന്ധങ്ങളുള്ള ശ്രീമദ് ഭാഗവതത്തിൽ ഏറ്റവും അധികം സ്ഥലം, ഏറ്റവും അധികം പ്രതിപാദനം നടക്കുന്നത് ശ്രീകൃഷ്ണൻ, കൃഷ്ണ പരമാത്മാവ് എന്ന് പറയുന്ന ആ പൂർണ്ണ മനുഷ്യ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. അങ്ങനെയിരിക്കെ ശ്രീകൃഷ്ണൻ അവസാനമായി ഉദ്ധവനോട് ദ്വാരകാ രാജധാനിയിൽ ഇരുന്നു കൊണ്ട് നല്ല സമാധാനമായ ഒരു അന്തരീക്ഷത്തിൽ അവസാനത്തെ ഉപദേശം, തത്വോപദേശം നൽകി എന്ന് പറയുമ്പോൾ
ശ്രീമദ് ഭാഗവതത്തിൻ്റെ തന്നെ വിലയിരുത്തലിൽ ഈ ഉപദേശം അല്ലേ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്? ആ മുഖ്യമായ ഉപദേശം, ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവന് നൽകിയ ഉപദേശം മാത്രമായി ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരണം എന്നൊരാവശ്യവും അഭിപ്രായവും ഒരു നിശ്ചയവും ശ്രോതാക്കളുടെ ഇടയിൽ ധാരാളമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ സപ്താഹം പൂർണ്ണമായി നടത്തുന്നതിന് പകരം ശ്രീമദ് ഭാഗവതത്തിലുള്ള തത്വമൂല്യ സിദ്ധാന്തങ്ങൾ വേണ്ടത്ര വിശദമായി വിവരിക്കണം എന്ന് പറഞ്ഞ് പ്രത്യേകം സന്ദർഭങ്ങളും പ്രത്യേക ദിവസങ്ങളും നീക്കിവെച്ചിരിക്കുന്നു. അതുപോലെ ഏകാദശ സ്കന്ധം ശ്രീകൃഷ്ണൻ നൽകിയ ഉപദേശം 24 അധ്യായങ്ങളുള്ളത് മാത്രമായി ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരണം എന്ന് പറയുന്ന ഒരു വിഭാഗവും ഈ കേരളത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ പ്രത്യേകിച്ചും ഏകാദശ സ്കന്ധത്തെപ്പറ്റി അതിലുള്ള ശ്ലോകങ്ങളും ഉപദേശങ്ങളും തത്വങ്ങളോ മൂല്യങ്ങളോ സിദ്ധാന്തങ്ങളോ വീക്ഷണങ്ങളോ എല്ലാം തന്നെ കുറേശ്ശെയായി പൂർണ്ണമായി അവതരിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. പ്രേക്ഷകന്മാർക്കും ഇങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്ന് വന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവതരണം വളരെയധികം പ്രസക്തമായിരിക്കും, അനുബന്ധമുള്ളതാണ്. ഈ ഏകാദശ സ്കന്ധം വാസ്തവത്തിൽ അതിനുള്ള പേര് മുക്തിസ്കന്ധം എന്നാണ്. ഞാൻ കഴിഞ്ഞ 54 വർഷങ്ങളായി ഭാരതത്തിലും വിദേശങ്ങളിലുമെല്ലാം സഞ്ചരിച്ച് തത്വപ്രവചന പരമ്പര നടത്തി വരുന്ന ഒരാളാണ് ഞാൻ. സ്വതവേ എന്നെപ്പറ്റി പറയാനുള്ളത് സഞ്ചരിക്കുന്ന ഒരു വിശ്വവിദ്യാലയമാണ് എന്നാണ്. അങ്ങനെ പലയിടത്തും പോയി ഞാൻ സംസാരിക്കുന്നു. എന്നാൽ ഏകാദശം മുക്തിസ്കന്ധമാണ് എന്നൊരു പ്രസ്താവന, എന്നൊരു വിശേഷണം കേരളത്തിൽ ഒരിടത്തും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ വടക്കേ ഇന്ത്യയിലാകട്ടെ ഏകാദശ സ്കന്ധത്തിന് മുക്തിസ്കന്ധം എന്നാണ് അവർ പേര് പറയുന്നത്. ആ വാക്കുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഏകാദശത്തിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതോ നമുക്ക് ഓതിത്തരുന്നതോ ആയ എന്തുണ്ടോ അത് മുഴുവനും ആരാണ് ഈ ഓതുന്നത്? കൃഷ്ണ പരമാത്മാവ്.